ആ നീ പോയില്ലേ? ഇല്ല. അയ്യോ എന്തു പറ്റി? പ്രേമേച്ചെ നോക്കണ്ടേ? അല്ല നീ ചെന്നാലല്ലേ സിദ്ധുവിന് കോടതി പോവാൻ പറ്റൂ. മോനെ ശരത്തെ, നിന്റെ അഭിനയൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി കേട്ടോ. നീയാണല്ലേ മുത്തശ്ശിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ബുദ്ധിയോ? എന്ത് ബുദ്ധി? പാവം മുത്തശ്ശി, നീ കാരണം എന്തുമാത്രം കഷ്ടപ്പെടാൻ പോവാ. മുത്തശ്ശി വീണിന് ഞാൻ എന്ത് പഴിച്ചു? ദേവിക എന്നെ വേറെ സംശയിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആർക്കും ഒരു ബുദ്ധിയും ഉപദേശിച്ചിട്ടില്ല. എങ്കിലത് വിട്ടേക്ക്. എന്തായാലും ഞാനിപ്പോ തന്നെ ഇറങ്ങും. എനിക്കിന്ന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തുടങ്ങി വെക്കാനുള്ളതാ. അതിൽ ഒരു സബ്ജക്റ്റ്, ഈ വിഷയം നീയാ. ഞാനോ? ആ, ഞാനാവുമ്പോ വിഷയം ഒരുപാടുണ്ടാവുന്ന ഞാൻ കരുതിയത്. ഇതിപ്പോ ഒന്നേ ഉള്ളൂ, പലതിലൊന്ന്. ഇപ്പൊ ഒന്നേ ഉള്ളൂ, പതുക്കെ പതുക്കെ ഓടിക്കോളും. അവസാനം എല്ലാം നീയായി മാറും. കേൾക്കണോ അതെങ്ങനെയാന്ന്? പറഞ്ഞു. ശ്രാവൺ, സുധിയേട്ടൻ, നടേശൻ സാർ, SI റൂബി, നിത്യമോള്, ഇവരുടെയൊക്കെ മരണങ്ങള്, പ്രേമേച്ചി, ഇവിടുത്തെ അമ്മ, ഇവരുടെ കാണാതാവല്, നിന്റെ അമ്മ, ഇവിടുത്തെ എൻ്റെ അച്ഛൻ, ഇവർക്ക് നേരെയുണ്ടായ വധശ്രമം, ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച ഒരാള് നീ. നിന്നെ ഒതുക്കാനുള്ള പ്രവർത്തികളാ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. എപ്പോഴായിരിക്കും അതിന്റെ ഒരു അവസാനം? അല്ല, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചാ. അവസാനം ഒക്കെ ഞാൻ അറിയിച്ചോളാം. നിന്റെ മരണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതെന്തായാലും നിനക്ക് ഞാൻ തരും. വിഷം കഴിച്ച് മരിക്കണോ, സ്വയം വെടിവെച്ച് മരിക്കണോ, അതോ പുഴയിലേക്ക് ചാടണോ, തൂങ്ങണോ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനുള്ള അധികാരം ഞാൻ നിനക്ക് തരും. ഇത്രയും കുഴപ്പങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ആ ലിസ്റ്റിലേക്ക് 1-2 പേരെ കൂടി ചേർക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നറിയാമല്ലോ. എന്നെ കൊണ്ടത് ജയിക്കണോ? അങ്ങനെ നീ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഓരോന്നിനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോ അതിനുള്ള പ്രതിവിധിയും കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാവില്ലേ? അത് നീ ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്റെ കാര്യം കുറച്ച് പ്രശ്നത്തിലാണല്ലേ? കുറച്ചല്ല, ഒരുപാട് പ്രശ്നത്തില. നിന്നെ ഞാൻ പൂട്ടും, മരണപ്പൂട്ടിട്ട് പൂട്ടും. ഒരുങ്ങിയിരുന്നോ നീ? എന്താടി നോക്കി പിടിപ്പിക്കുന്നത്? തനിക്ക് തന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ, എന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? നിന്റെ ചേച്ചിയുടെ ഭീഷണിപ്പെടുത്തൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് നിന്റെ ഊഴമാണോ? എന്നാ ചോദിച്ചു, എന്താ നിനക്ക് അറിയേണ്ടത്? എനിക്കൊന്നും അറിയണ്ട. നീ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. മോളെ, നിന്നെക്കാട്ടിലും കുറച്ചധികം വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. ചേട്ട എന്ന് വിളിച്ചാ കൊള്ളാം. നിത്യക്കുട്ടിയില്ലേ, നിത്യമോള്, അവള് പോലും എന്നെ ഏട്ടാ എന്നാ വിളിച്ചിരുന്നത്. എന്നിട്ട് അവൾക്ക് നീ തിരിച്ചു കൊടുത്തത് എന്താ? മരണമല്ലേ? നീ എന്ന് വിളിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. അതേ നീ അർഹിക്കുന്നുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഈ ഇടയായിട്ട് എന്തെന്നറിയില്ല, സ്ത്രീകളുമായിട്ട് ഞാൻ തർക്കത്തിന് പോവാറില്ല. എന്തിനാ വെറുതെ അവരുമായിട്ട് തർക്കിച്ച് സമയം കളയുന്നത്? നമുക്ക് താല്പര്യമില്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞങ്ങ് പോവാം. അല്ലെങ്കിലേ കഴുത്ത് ഞെരിച്ച് കൊല്ലാം. എന്താടി, നീ എന്നെ കൊണ്ടത് ജയിക്കൂ? എവിടുന്നോ വലിഞ്ഞേറി വന്നത് എന്റെ കൈ കൊണ്ട് ചാവാനാണോ? അത് വെറും നിന്റെ തോന്നല.
എന്നെ ഒന്ന് തൊടാൻ പോലും നിനക്ക് പറ്റില്ല. തൊടുവല്ല, വേണമെങ്കിലേ കെട്ടിപ്പിടിക്കും. കാണണം. കാണണം. പറഞ്ഞ പോലെ ചെയ്യുന്നവനെ. ചെയ്യ്. നിനക്കതിനുള്ള കഴിവുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. എന്തുപറ്റി? അടി തെറ്റിയോ? അടിച്ച് ഞാൻ നിന്റെ അണപ്പല്ല് താഴെ ഇടും. കെട്ടിപ്പിടിക്കാൻ വന്നിരിക്കുന്നു. പൊന്നു മോനെ, ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ മുഖം പണ്ട് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിത്യയാണ് ഞാൻ. നിത്യക്ക് പകരം വന്നവള്. നിന്റെ ഉദകക്രിയ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മര്യാദക്കിരിക്കണം, അല്ലെങ്കിൽ ഇരുത്തും ഞാൻ. കേട്ടോടാ നായേ.